ഹവാസിൻ ഗോത്രവുമായി നടന്ന യുദ്ധമാണ് ഹുനൈൻ യുദ്ധം. തങ്ങളും അനുയായികളും വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ ത്വായിഫുകാർ അമ്പും വില്ലും കല്ലുകളും എടുത്ത് ത്വായിഫിൻ്റെ മലമടക്കുകളിൽ പതിഞ്ഞിരുന്നു. സ്വഹാബിമാർ വന്നപ്പോഴേക്കും എറിയാൻ തുടങ്ങി. ഹവാസിനുകാരുടെ ഏറും അമ്പും സഹിക്കാൻ കഴിയാതെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെയുണ്ടായിരുന്ന 12,000-ൽ 9 പേരൊഴികെ ബാക്കി മുഴുവൻ ആളുകളും തടിതപ്പിയെന്നാണ്. വല്ലാത്ത അത്ഭുതം നടന്നൊരു യുദ്ധമാണ്. അതായത് 11,991 ആളും ഓടിപ്പോയി. 9 ആളാണ് ഹബീബിൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പോഴാണ് ഹബീബ് യാ അബ്ബാസ് നാദിൽ മുഹാജിരീന വൽ അൻസ്വാർ, അബ്ബാസ് എന്നവരെ മുഹാജിറുകളെയും അൻസ്വാരികളെയും വിളിക്കൂ. അബ്ബാസ് എന്നവർക്ക് നല്ല ശബ്ദമായിരുന്നു, നല്ല ഗാംഭീര്യമുള്ള ശബ്ദമാണ്. 1 മൈലോ 2 മൈലോ അപ്പുറത്തേക്ക് കേൾക്കുമാർ ഉച്ചത്തിൽ വിളിക്കാൻ കഴിയുമായിരുന്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെന്ന് സ്വഹീഹായ ഹദീസുകളിൽ നമ്മളൊക്കെ കണ്ടതാണ്. അത്രയും ശബ്ദമുള്ള മഹാന. അങ്ങ് വിളിച്ചു, അൻസ്വാരികളെ വരിൻ, മുഹാജിറുകളെ വരിൻ. അങ്ങനെ വന്നത് 80 അല്ലെങ്കിൽ 100 പേർ തിരിച്ചു വന്നു. അവരാണ് ഹുനൈൻ യുദ്ധത്തിൽ സംബന്ധിച്ചത്. അവരെ കൊണ്ടാണ് യുദ്ധത്തിന് വിജയമുണ്ടായത്. അതായത് 11,900 ആളുകൾ പിന്തിരിഞ്ഞോടിയ, അവരൊക്കെ അറാബികളായിരുന്നു. ഇന്നലെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളാണ്. യുദ്ധം കണ്ടപ്പോൾ പിന്തിരിഞ്ഞോടിപ്പോയി. 100 ആളുകളാണ് പിടിച്ചു നിന്നത്. അവരെ കൊണ്ടാണ് യുദ്ധം വിജയിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്തല്ലേ പറഞ്ഞത്, അനന്നബിയു ലാ കദിബ് അനബ്നു അബ്ദിൽ മുത്തലിബ്, അനന്നബിയു ലാ കദിബ് അനബ്നു അബ്ദിൽ മുത്തലിബ്, ഞാൻ പ്രവാചകനാണ്, സത്യമാണ്. അനബ്നു അബ്ദിൽ മുത്തലിബ്, പ്രവാചകത്വം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പ്രവാചകനാണ്. തറവാടാണോ വേണ്ടത്? ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മോനാണ്. 2 നിലക്കും എൻ്റെ കൂടെ നിങ്ങൾക്ക് നിൽക്കാം. ഹബീബന റസൂലുള്ളാഹി തങ്ങൾ ഗനീമത്ത് ഓഹരി വെക്കുകയാണ്. യുദ്ധത്തിൻ്റെ വിശദാംശങ്ങളല്ല നമ്മുടെ ഭാഗം. ഓഹരി വെക്കുമ്പോൾ ഈ 12,000-ൽ 11,900 ഓടി വന്നു. നബിയേ ഇഖ്സിം ലനാ ഫൈഅന, ഞങ്ങളുടെ ഓഹരി ഇങ്ങോട്ട് തരീൻ നബിയെ, ഞങ്ങൾക്ക് കിട്ടാനുള്ള ഇങ്ങോട്ട് തരീൻ, ഞങ്ങൾക്ക് കിട്ടാനുള്ള തരും. എവിടെ? യുദ്ധം ചെയ്യാത്ത ആളുകൾ, ശത്രുക്കളെ കണ്ടപ്പോൾ ഓടിപ്പോയ ആളുകൾ. പക്ഷേ ബ്രോക്കർമാർ ബ്രോക്കറേജ് വാങ്ങണ പോലെ നോക്കിയെന്നവർക്കും കൊടുക്കേണ്ടി വരും. ഓടി വന്നിരിക്കുകയാണ്. അവർക്കും കൊടുക്കാൻ നബി തങ്ങൾ ഒരുപാട് കൊടുത്തു. സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദ്യം ചോദിച്ചു, നബിയെ യുദ്ധം ചെയ്തവർക്ക് കൊടുക്കുന്നതിനേക്കാളേറെ യുദ്ധം ചെയ്യാതെ നോക്കി നിന്ന ആളുകൾക്ക് അങ്ങ് കൊടുക്കുന്നുവല്ലോ. അന്നേരം തങ്ങൾ പറഞ്ഞൊരു വാക്കാണ്, സഅദേ നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഫഇന്നമാ തുൻസറൂന ബിദുഅഫാഇകും, നിങ്ങളിലെ മിസ്കീന്മാരെ കൊണ്ടാണ് അള്ളാഹു ഈ ദീനിനെ സഹായിക്കുന്നത്. നിങ്ങൾക്ക് വിജയമുണ്ടാകുന്നത് ഈ ഉമ്മത്തിലെ ദുർബലരായ ആളുകൾ കാരണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വിഷയം അതല്ല. അറാബികൾ കൂട്ടം കൂടമായി നബി തങ്ങളുടെ കൂടെ കൂടിയിരിക്കുക. തങ്ങളെ തരിൻ. തങ്ങൾ നോക്കിയിട്ട് പറയും, ആ ആട്ടിൻ പറ്റങ്ങൾ മുഴുവൻ ഖുദ്ഹ, എടുത്തോളൂ, ഇത് നീ കൊണ്ടുപോയിക്കോ. ആയിരക്കണക്കിന് കന്നുകാലികളിൽ ഒരു താഴ്വരയിലേക്ക് നോക്കിയിട്ടാണ് ഒരു അറാബി ചോദിച്ചു, നബിയെ ഇത് ആർക്കാ നബിയെ? ഖുദ്ഹ. അത് നാട്ടിലേക്ക് തെളിച്ചു കൊണ്ടുപോയിട്ട് അദ്ദേഹം പറഞ്ഞു, ജനങ്ങളെ പോയി ഇസ്ലാം സ്വീകരിച്ചോളൂ. ഫഇന്ന മുഹമ്മദൻ യുഅതി അതാഅ മൻ യഖ്ശൽ ഫഖർ, ഒരു ദാരിദ്ര്യം പേടിക്കാത്ത കൊടുതിയാ മുഹമ്മദ് നബി കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനല്ലേ ത്വലബത്തുൽ ഇൽമ ലിഗൈരില്ലാ ഫഅബാ അൻ യകൂന ഇല്ലാ ലില്ലാ. ചിലപ്പോൾ അങ്ങനെയൊക്കെ ഇൽമ പഠിക്കാൻ പോകുമ്പോൾ ഭക്ഷണം കിട്ടണമെന്നായിരിക്കും ആഗ്രഹം. പിന്നെ ഇൽമിനോടുള്ള സ്നേഹം കൊണ്ട് അത് ഇഖ്ലാസായിട്ട് മാറി വരും. ദീനിലേക്ക് വന്ന ചില ആളുകൾ അങ്ങനെ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓഹരി വെച്ച് കൊടുക്കുക. അറാബികൾ തങ്ങളങ്ങോട്ട് വളഞ്ഞു. ഒരു 12,000 ആളുകൾ ഒരാളുടെ ചുറ്റും കൂടിയാൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 12,000 ആളുകൾ, 12,000 ആളുകൾ. അങ്ങനെ ഹുനൈനിൽ മുള്ളിൻ്റെ മരങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയാൻ, പേടിക്കണ്ട, നിങ്ങളാരും ഭയപ്പെടണ്ട. തങ്ങളുടെ മേൽത്തട്ടം പോലും, തങ്ങളുടെ തലപ്പാവ് ഒരു മരത്തിൻ്റെ മുള്ളിൽ കുടുങ്ങിക്കിഴിക്കുകയാണ്. തങ്ങൾ പറഞ്ഞു, റുദ്ദു അലയ്യ റിദാഇ, റുദ്ദു അലയ്യ റിദാഇ, എൻ്റെ ആ തട്ടമിങ്ങ് തരീൻ, എൻ്റെ തലപ്പാവിങ്ങ് തരീൻ, ഞാൻ നിങ്ങൾക്ക് തരാം. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഫവല്ലദീ നഫ്സി ബിയദിഹി ലൗ കാന അദദ ശജരി തിഹാമത നഅമൻ ലഖസംതുഹു അലൈക്കും. ഈ തിഹാമയിലെ വൃക്ഷങ്ങളോളം
ചെടികളോളം നിറയെ ഇവിടെ കന്നുകാലികൾ ഉണ്ടെങ്കിൽ, അത് ഗനീമത്തിൻ്റെ സ്വത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ മുഴുവൻ നിങ്ങൾക്ക് തന്നിട്ടേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകൂ, ഞാനൊന്നും കൊണ്ടുപോകില്ല. ثم لا تجدونني بخيلا ولا جبانا ولا كذابا. അങ്ങനെ നിങ്ങൾക്ക് ബോധ്യമാകും ഞാനൊരു പിശുക്കനല്ല, ഞാൻ ഭീരുവല്ല, ഞാൻ നുണ പറയുന്ന ആളുമല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. തങ്ങളെങ്ങനെ ബഖീലാവും? ബഖീലാണെങ്കിൽ എനിക്ക് വേണമെന്ന് പറഞ്ഞ് സ്വന്തം പോക്കറ്റിക്കല്ലേ ഇടുക, തങ്ങൾ കൊടുക്കുകയാണ്, തങ്ങൾ എടുത്തു കൊടുക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ജബാൻ ഭീരുവോ? മഅദല്ലാഹു വഹാഷാ ലില്ലാഹ്. തങ്ങളല്ലേ അനൻ നബിയ്യു ലാ കദിബ്. എല്ലാവരും ഓടിയപ്പോൾ ഒറ്റക്ക് വജാഹിദ് ഫീ സബീലില്ലാഹ്, ഹബീബായ നബി തങ്ങളോട് അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ്, അങ്ങ് യുദ്ധം ചെയ്യൽ നിർബന്ധമാണ്. ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ ലാ തുകല്ലഫ് ഇല്ലാ നഫ്സക്, അങ്ങയുടെ കാര്യം നോക്കിയേക്കണം, ആരോടിയാലും അങ്ങ് ഓടാൻ പാടില്ല. ഹബീബിൻ്റെ പ്രത്യേകമായ നിയമമാണ്, തങ്ങൾക്ക് ഒരു യുദ്ധത്തിലും പിന്തിരിയാൻ പാടില്ല, തങ്ങൾ പിന്തിരിയുകയുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാസ്വായ ചില ഹുക്കുമുകളിൽ മഹാന്മാർ അത് ഉദ്ധരിച്ചുവല്ലോ. അനൻ നബിയ്യു ലാ കദിബ് വലാ കദാബ. തങ്ങൾ നുണ പറയുന്ന ആളായിരുന്നുവെങ്കിൽ തങ്ങൾക്ക് എങ്ങനെ അള്ളാഹു സഹായം ചെയ്യും? ഹബീബായ നബി തങ്ങൾ ആ യുദ്ധം വിജയിച്ചിരിക്കുകയാണ്. 12,000-ഓളം വരുന്ന ആളുകൾക്ക് നബി തങ്ങൾ ഒരു പാഠം പ്രാക്ടിക്കലി പഠിപ്പിച്ചു കൊടുത്തു. ഞാൻ ഭീരുവല്ല, ഞാൻ ബഖീലല്ല, ഞാൻ ഖദ്ദാബുമല്ല, നുണ പറയുന്ന ആളുമല്ല. ഇവിടെ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിന് അധ്യാപകരാവട്ടെ അല്ലാത്തവരാകട്ടെ, ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം നിർണയിക്കുന്ന 3 ഗുണങ്ങളാണ് ഹബീബായി തങ്ങൾ പറഞ്ഞ ഈ വാക്കുകൾ എന്ന് ശ്രദ്ധിക്കണം. ഒന്ന്, ഭീരുത്വം പാടില്ല, ഭീരുവാകരുത്. സത്യം തുറന്നു പറയാൻ ഒരാളും അള്ളാഹുവിനെയല്ലാതെ മറ്റാരെയും പേടിക്കേണ്ടതില്ല. ധർമ്മവും സത്യവും ഒരുപക്ഷെ നമ്മുടെ ഹവൻ നഫ്സിന് എതിരാണെങ്കിൽ പോലും നമ്മൾ പേഴ്സണലി ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുണ്ടാവും. പക്ഷെ അള്ളാഹുവിൻ്റെ നിയമം അങ്ങനെയല്ല, അത് തുറന്നു പറഞ്ഞേ പറ്റൂ. നമുക്കവിടെ ആരെയും പേടിക്കേണ്ടതില്ല. ലാ യഖാഫു ഫില്ലാഹി ലൗമത ലായിം. ഒരു മുഅ്മിൻ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഒരാളെയും ഭയപ്പെടാൻ പാടില്ല. ജബാനാവരുത്. ഒരു ഭീരുവാണെങ്കിൽ അയാൾക്ക് എന്ത് വ്യക്തിത്വം? ബഖീലാവരുത്, പിശുക്കൻ. പിശുക്കനായാൽ എന്തിൻ്റെയും പിന്നിൽ ഒരു സാമ്പത്തിക ലാഭം അയാൾ കണ്ണുവെക്കും. അയാളുടെ ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമാണിത്. എന്തിന് ഞാൻ ഈ പണിയെടുക്കുന്നു? പൈസ കിട്ടാനോ? അല്ലാഹുമ്മ ലാ തജ്അലി ദുനിയ അക്ബറ ഹമ്മിന വലാ മബ്ലഗ ഇൽമിന. അല്ലാഹുവേ, ഐഹികമായ ലാഭങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യമാവരുതേ റബ്ബേ എന്ന് ദുആയിരക്കാൻ പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ കദ്ദാബൻ. ഒരു നുണ പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ വ്യക്തിത്വം തകരുമെന്നാണ്. ഒരു കളവ് പറഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികളോട്, നമ്മുടെ മുതഅല്ലിമീങ്ങളോട്, നമ്മുടെ മക്കളോട് ഒരു കളവ് പറഞ്ഞാൽ ആ പിതാവിന്, ആ ഗുരുനാഥന്റെ ഗ്രാഫ് നേരെ താഴുകയാണ്. പിന്നെ അത് മറച്ചു പിടിക്കാൻ 1000 സത്യം പറഞ്ഞാലും അതിൻ്റെ അരികത്തേക്ക് എത്തില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട 3 ഗുണമാണ്: ഭീരുത്വം അരുത്, പിശുക്കുണ്ടാകാൻ പാടില്ല, അള്ളാഹു നമുക്ക് തന്നതിൽ നിന്ന് കൊടുക്കുക. അങ്ങനെയല്ലേ? വലൗ ബിശഖ്ഖി തംറ, ഇൻഷാ അല്ലാഹ് നമുക്ക് വഴി ആ ചർച്ച വരുന്നുണ്ട്. വലൗ ബിശഖ്ഖി തംറ, കാരക്കയുടെ ചീളെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നിങ്ങളുടെ വീട്ടിൽ ഒരു കാരക്കയുള്ളുവെങ്കിൽ ആ കാരക്ക ഞാനും കുട്ടികളും തിന്നട്ടെ എന്ന് വിചാരിക്കരുത്. പകുതി നിങ്ങൾ തിന്നിട്ട് പകുതി സ്വതക്ക കൊടുക്കണം. അത്രമേൽ ദാനധർമ്മം പ്രോത്സാഹിപ്പിച്ച മതമാണ് നമ്മുടേത്. ബഖീലാവരുത്, ജബാൻ ഭീരുവാവരുത്, കവാഡ് ഭീരുവാവരുത്, ആൻഡ് ലയർ നുണ പറയുന്ന ആളുമാവരുത്. ഇത് 3ഉം ഒരു വ്യക്തിത്വത്തിന് അനിവാര്യമാണെന്ന് 12,000 ആളുകളുടെ മുമ്പിൽ വെച്ച് ഹുനൈനിന്റെ യുദ്ധഭൂമിയിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം